തലശ്ശേരി കോടതിയിൽ നാടകീയ രംഗങ്ങൾ. നിതിൻ രാജ് ആത്മഹത്യ കേസിൽ ഡോക്ടർ എം കെ റാമിന്റെ അറസ്റ്റ് കോടതി റദ്ദാക്കി. അറസ്റ്റിൽ ചട്ടങ്ങൾ പാലിച്ചില്ലെന്നാണ് കണ്ടെത്തൽ. വിട്ടയച്ച ഉടൻ ഡോക്ടർ എം കെ റാമിനെ ക്രൈംബ്രാഞ്ച് സംഘം വീണ്ടും കസ്റ്റഡിയിലെടുത്തു. ബലം പ്രയോഗിച്ചാണ് റാമിനെ കസ്റ്റഡിയിലെടുത്തതെന്ന് ഭാര്യ ഡോക്ടർ ദിൽന ആരോപിച്ചു. I will arrest me. I will arrest me. No problem. I will arrest. Please take them. I am arrested. I'll go. I am jail. I am go jail. I am going jail. I am going jail. No problem. Take them. Please. No problem. I am go. പിന്നെ രണ്ടാളെ വലിച്ചു കൊണ്ടുപോവാ. റാം എവിടെ എവിടെ ചോദിച്ചിട്ട് പറയുന്നില്ല. ഇയാളാണ് ഗുണ്ടേനെ പോലെ വലിച്ചു കൊണ്ടുപോയത്. പിന്നെ രണ്ടാളെ വലിച്ചു കൊണ്ടുപോവാ. നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നേ? എന്തൊക്കെ ചെയ്യ്. ഇവിടെ കോർട്ടിൽ നിന്ന് 2-3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞ് റിലീസായതായിരുന്നു. റിലീസായി അപ്പം വീഡിയോ ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് തീരെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാനും എൻ്റെ ചുറ്റും കൂടി മെല്ലനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാറിന് നമ്മൾ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. കാറിലിരുത്താൻ വേണ്ടി നടന്ന് ഇവിടെ വരെ പുറത്ത് വരെ വരാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിൽ തന്നെ കോടതിൻ്റെ ഉള്ള ആ ടേണിങ് കഴിഞ്ഞ അപ്പാട് എൻ്റെ കൈ പെട്ടെന്ന് ഇങ്ങനെ ആരോ തട്ടി മാറ്റി പിടിച്ച് വലിച്ചു ഇവരെ. അപ്പം നോക്കുമ്പോൾ DYSP എനിക്ക് പേരറിയില്ല. DYSP ആണ് അവരെന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്ത് എൻ്റെ കൈയും തട്ടി മാറ്റി ഞങ്ങൾ റീ അറസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സർ തീരെ നടക്കാൻ പറ്റുന്നില്ല, കോടതി ഇപ്പോൾ വിട്ടതല്ലേ, അല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈയൊക്കെ തട്ടി മാറ്റി പിടിച്ച് വലിച്ച് കാറിലിരുന്ന് 2-3 പോലീസും കാറിലിരുന്ന് കൊണ്ടുപോയി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ 2 ലേഡീസ് മാത്രമായിരുന്നു. ആണുങ്ങളൊക്കെ ബാക്കോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കൊണ്ടുപോയി. അതും കണ്ണൂർ ഭാഗത്തേക്കല്ല പോയത്. നോക്കുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ ആകെ വെറീഡായി. എന്നിട്ട് അത് പിന്നാലെ വന്ന് നിങ്ങളെ വിളിച്ചത് എന്താ പറ്റുന്നേ ഞങ്ങൾക്ക് തിരിഞ്ഞില്ല. എന്താ So it is clearly a judge decided to, it's violation of an arrest. But without anybody's knowledge, police has been arrested. It is a completely illegal. Let us see. Our senior advocate and all will take an action against that. Okay? We don't know. അദ്ദേഹത്തിന് പറ്റത്തെ പിടിച്ചുകൊണ്ടതല്ല കോടതിന്റെ പെർമിഷൻ കോർട്ടിലെ നോട്ടീസ് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന് പിടിക്കാൻ വേണ്ടിയിട്ട്. I don't know what happened. They violated the law now. They done illegality. എവിടെ കൊണ്ടുപോയത്? കോടതിന്റെ പെർമിഷൻ എടുക്കണ്ടേ? അവര് നോട്ടീസ് കൊടുക്കണ്ടേ പുള്ളിക്ക്? ഇങ്ങോട്ടാ കൊണ്ടുപോയത് നമ്മൾ അന്വേഷിക്കണം. ഇപ്പോ അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ നിൽക്കുന്ന സമയത്ത് വൈഫുണ്ട്, വൈഫിന്റെ സിസ്റ്റർ ഉണ്ട്, അവരെ സിസ്റ്റർ ഉണ്ട്, ബ്രദേഴ്സ്, എല്ലാ ആൾക്കാരും കൂടി ഉണ്ട്. ഇത് പോലീസിന്റെ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നീക്കമാണോ? കറക്റ്റ്. ഡ്രാഗ്ഡ് ബൈ ഫോഴ്സ്, ബലമായി പിടിച്ചുകൊണ്ടുപോലും ചെയ്തത്. ഇപ്പൊ കോടതി കോമ്പൗണ്ട് ദാറ്റ് ഈസ് ഇല്ലീഗൽ. ഇറ്റ് വാറന്റ്സ് ആക്ഷൻ അഗൈൻസ്റ്റ് പോലീസ്. അറസ്റ്റ് ചെയ്യുന്ന അധികാരമില്ല ഇപ്പോ. കോടതി വളപ്പിന് ഇത്തരത്തിൽ പോലീസ് ചെയ്ത് വളരെ അത് നിയമം കയ്യിലെടുത്ത് പോലീസ് നിയമം ലംഘിച്ച് നിയമം കയ്യിലെടുത്തിരിക്കുക അവരിപ്പോ. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മനോജ് മയിൽ ചേരുന്നു. മനോജ്, കോടതിയിൽ എത്തിച്ച പ്രതിയെ വീണ്ടും പോലീസ് റീ അറസ്റ്റ് ചെയ്യുന്നു. എന്താണ് ഇതിലെ നാടകീയ സംഭവങ്ങൾ? എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? വിനോദ്, ഒട്ടേറെ നാടകീയ സംഭവങ്ങളാണ് അല്പം മുമ്പ് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി പരിസരത്ത് നടന്നത്. നിതിൻ രാജിന്റെ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ഡോക്ടർ എം കെ റാമിനെ ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ തലശ്ശേരിയിലെ ജില്ലാ സെഷൻസ് കോടതിയിലേക്ക്
ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എത്തിച്ചത്. അവിടെ പിന്നീട് നടന്നതാണ്. അവിടെ ഒട്ടേറെ നാടകീയമായ കാര്യങ്ങളാണ് ഈ മണിക്കൂറുകൾ, 3-4 മണിക്കൂർ വളരെ നാടകീയമായ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. സാങ്കേതിക പ്രശ്നങ്ങളിൽ തുടങ്ങിയ ഒരു വലിയ രീതിയിലുള്ള ഒരു സാങ്കേതിക കുരുക്കിൽ നിന്നാണ് പിന്നീട് ആ കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അറസ്റ്റ് വിവരം പബ്ലിക് പ്രോസിക്യൂട്ടറെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു വിവാദം. ഈ നിതിൻ രാജിന്റെ ആത്മഹത്യാ പ്രേരണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പ്രതിയെ അറിയിച്ചിരുന്നില്ല എന്ന വാദം ഡോക്ടർ MK റാമിനായി ഹാജരായ അഭിഭാഷകൻ കിഷോർ കുമാർ ഉൾപ്പെടെയുള്ള അഭിഭാഷകർ ഈ കോടതി മുമ്പാകെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണം കൊണ്ട് അറസ്റ്റ് ചെയ്തു, തെളിവുകൾ എന്തെല്ലാം, മൊഴികളുടെ വിശദാംശങ്ങൾ, അതായത് സാക്ഷിമൊഴികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായ ഈ പ്രതിക്കെതിരായ മൊഴികൾ ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങളെല്ലാം എന്തെല്ലാം, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ പ്രതികളെ അറിയിക്കണം എന്ന് സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഇവിടെ അതിന്റെ ഒക്കെ ഒരു ലംഘനം നടന്നു എന്നുള്ളതാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. കോടതി ഇത് പരിശോധിക്കുമ്പോൾ അത്തരം കാര്യങ്ങളും കണ്ടെത്തി. കാരണം ഈ പ്രതിയുമായി ബന്ധപ്പെട്ട കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ അറസ്റ്റ് നിയമപരമല്ല എന്ന് കോടതി കണ്ടെത്തുകയും അത് റദ്ദാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞു, അന്വേഷണ സംഘത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് നോട്ടീസ് നൽകി വീണ്ടും ഈ റാമിനെ അറസ്റ്റ് ചെയ്യാം എന്ന കാര്യം കൂടി കോടതി പറഞ്ഞിരുന്നു. അങ്ങനെ ഈ കോടതി നടപടികളിൽ നിന്ന് ഒക്കെ കഴിഞ്ഞ് റാം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വീണ്ടും പോലീസിന്റെ അന്വേഷണ സംഘം, അതായത് ഡിവൈഎസ്പി സുധീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഡോക്ടർ MK റാമിനെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത് കസ്റ്റഡി എന്നുള്ള രീതിയിലേക്ക് ക്രൈംബ്രാഞ്ച് പോകുന്നില്ല, അല്ലെങ്കിൽ അന്വേഷണ സംഘം പോകുന്നില്ല. അവർ പറയുന്നത് ഒരു കസ്റ്റഡി ആയിരുന്നില്ല, അത് ഈ നോട്ടീസ് കൊടുക്കുന്നതിന് വേണ്ടി റാമിനെ വീണ്ടും വാഹനത്തിലേക്ക് കയറ്റുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ നോട്ടീസ് നൽകി നിയമപരമായി എന്തൊക്കെ കാര്യങ്ങളിലാണ് താങ്കളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്ന കാര്യം കൃത്യമായി ഡോക്ടർ MK റാമിനെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു നീക്കമാണ് അവിടെ നടന്നത്. അതൊരു ബലം പ്രയോഗിച്ചുള്ള ഒരു അറസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ കസ്റ്റഡി എന്നുള്ള രീതിയിലേക്കാണ് ഡോക്ടർ MK റാമിന്റെ ഭാര്യ ഉൾപ്പെടെ ആരോപിച്ചിരുന്നത്, അഭിഭാഷകർ ഉൾപ്പെടെ ആരോപിച്ചിരുന്നത്. വലിയ രീതിയിലുള്ള ഒരു ബലപ്രയോഗം അവിടെ നടന്നു എന്നുള്ള രീതിയിലാണ് ഡോക്ടർ MK റാമിന്റെ ഭാര്യ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചത്. ഡോക്ടർ ദിൽന പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. വലിയ രീതിയിലുള്ള ഒരു ഭീകരാന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുകയാണ് ഭാര്യ. പക്ഷേ അന്വേഷണ സംഘം പറയുന്നത് ഇത് സ്വാഭാവികമായ ഒരു നടപടിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരതിനെ കാണുന്നത്. ഡോക്ടർ MK റാമിന് ഇന്ന് തന്നെ നോട്ടീസ് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു നീക്കം അവിടെ ഉണ്ടായി. ഈ നോട്ടീസ് കിട്ടി അടുത്ത ദിവസം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ, അതായത് ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഡിവൈഎസ്പി സുധീറാണ്. ഡിവൈഎസ്പി സുധീറിന് മുമ്പാകെ ഈ ഹാജരാകണം എന്നാണ് ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ തന്നെ നടപടിക്രമങ്ങൾ പാലിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും നാളെയോ മറ്റന്നാളോ ഈ ഡോക്ടർ MK റാം വീണ്ടും അന്വേഷണ സംഘത്തിന് മുമ്പാകെ വരേണ്ടി വരും. ആ ഘട്ടത്തിൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ്. വീണ്ടും അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ വീണ്ടും അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ജാമ്യമില്ലാ വകുപ്പാണ് ഡോക്ടർ MK റാമിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഏതെങ്കിലും തരത്തിൽ ഡോക്ടർ MK റാമിന് ജാമ്യം കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഇതിൽ സാങ്കേതികമായ പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി ഈ അറസ്റ്റ് റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരു ജാമ്യം നൽകുന്ന രീതിയിലേക്ക് പോയിട്ടില്ല. അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നാണ് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയത്. അതേ തുടർന്നാണ് ഡോക്ടർ MK റാമിനെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നടപടിക്രമങ്ങൾ പാലിച്ച് നോട്ടീസ് നൽകി വീണ്ടും അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ നടപടികളാണ് ക്രൈംബ്രാഞ്ച് പിന്നീട് പൂർത്തിയാക്കിയത്. പക്ഷെ വളരെ നാടകീയമായ ഒട്ടേറെ സംഭവങ്ങൾ ആ കോടതി പരിസരത്ത് നടന്നു. ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഡോക്ടർ MK റാമിനെ അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി, എവിടേക്ക് കൊണ്ടുപോയി എന്ന് അറിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഡോക്ടർ ദിൽന റാമിന്റെ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞത്. അഭിഭാഷകരും അതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. എവിടേക്കാണ് റാമിനെ കൊണ്ടുപോയത് എന്ന് അറിയില്ല എന്നതുവരെ അവർ പറയുകയുണ്ടായി. പക്ഷെ അല്പസമയത്തിനകം തന്നെ ഡോക്ടർ MK റാമിന് ഈ നോട്ടീസ് നൽകിയതിനു ശേഷം റാമിനെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം, അതായത് കോടതി പരിസരത്ത് തന്നെ ഡോക്ടർ റാമിനെ എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാവിലെയാണ് കൊടകിൽ വെച്ച് ഡോക്ടർ MK റാമിനെ കസ്റ്റഡിയിലെടുത്തത്. അന്ന് ആ സമയം മുതൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ സംഭവം. ഇതിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ നേരത്തെ ആക്ഷേപങ്ങൾ ഉയർന്നതാണ്. അതിനുശേഷം
ഈ സുപ്രീം കോടതി അടക്കം ഈ ഡോക്ടർ എം കെ റാമിന്റെ മുൻകൂർ ജാമ്യം തള്ളിയതോടുകൂടിയാണ് അറസ്റ്റ് നടന്നിട്ടുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ച് വീണ്ടും എം കെ റാമിനെ അറസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ എം കെ റാമിനെ വിട്ടയച്ചിരിക്കുകയാണ്. നോട്ടീസ് നൽകി വിട്ടയച്ചു. അടുത്ത ദിവസം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം എന്നാണ് ആ നോട്ടീസിൽ പറയുന്നത്. വിനോദ്.